തീർച്ചയായിട്ടും അതിൻ്റെ പ്രചോദനം ശ്രീനാരായണ ഗുരുദേവനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിനോട് ശിവഗിരിയിലേക്കുള്ള യാത്രയുടെ ലക്ഷ്യങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസം. ആത്മീയ ആചാര്യനാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. അദ്ദേഹം മാത്രമല്ല, ഈ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എല്ലാവരും തന്നെ ജനങ്ങളോട് ആദ്യം പറഞ്ഞത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. വിദ്യ അഭ്യസിക്കൂ എന്നാണ്. ഇന്ന് മലയാളികൾ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നുവെങ്കിൽ, ജോലി ചെയ്യുന്നുവെങ്കിൽ നമ്മൾ നന്ദി പറയേണ്ടത് ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളോട്. 1950 കേരളത്തിലെ സാക്ഷരത എന്ന് പറയുന്നത് 55%. ബ്രിട്ടൻ ഒഴിച്ച് ഒരു വിദേശ രാജ്യത്തും അത്രയും, പാശ്ചാത്യ രാജ്യത്തും അത്രയും സാക്ഷരതയില്ലായിരുന്നു. അതാണ് ഈ കേരളത്തിന്റെ പ്രത്യേകത. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കള്, ആധ്യാത്മിക നേതാക്കന്മാര് അവർ നൽകിയ സംഭാവനയാണ്.